الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم سارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് പല സൃഷ്ടികൾക്കും ഒരുപാട് പവിത്രതകളും പ്രത്യേകതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള മാസങ്ങൾക്ക് ചില പവിത്രതകൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു നിശ്ചയിച്ച പവിത്രമായ മാസം എണ്ണുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ് ദുൽഹജ്ജ് മാസം. ദുൽഹജ്ജിന്റെ ദിവസങ്ങളിലേക്ക് കാലെടുത്തു വെക്കാനിരിക്കുന്ന നമ്മൾ പരിശുദ്ധ ഖുർആനും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്നതുപോലെ ഈ മാസത്തിന്റെ പവിത്രതകളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ക്രമീകരിക്കാനും ഇനിയുള്ള ദിവസങ്ങൾ സജീവമായി മുന്നോട്ടു പോകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. പരിശുദ്ധ ഖുർആനിലെ 89-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വചനം. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 രാത്രികളെ സത്യം ചെയ്ത് പഠിപ്പിക്കുകയാണ്. ഒരു 10 രാത്രിയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പവിത്രതയും അതിന്റെ പ്രത്യേകതയും എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഈ 10 രാത്രികൾ എന്ന് പറഞ്ഞതിൽ പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നത്
അത് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളാണ്, ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഇതിനെ വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നത്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായം അതിലെ 28-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയദ്കുറു സ്മല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത്. അറിയപ്പെട്ട 10 ദിവസങ്ങൾ അവർ അള്ളാഹുവിനെ സ്മരിക്കുവാൻ വേണ്ടി എന്ന് ഖുർആൻ എടുത്തു പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയാണ് അറിയപ്പെട്ട 10 ദിവസങ്ങളെ സമ്മാനിച്ചതെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുമ്പോൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നഹാ അശറ ദിൽഹിജ്ജ. ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള 10 ദിവസങ്ങൾ, അറിയപ്പെട്ട 10 ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ആണെന്ന് പഠിപ്പിക്കുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം ഇസ്ലാമിന്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പവിത്രത പറഞ്ഞിടത്ത് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അഫ്ളലു അയ്യാമിദ് ദുനിയാ അയ്യാമുൽ അശർ. ദുനിയാവിൽ വെച്ച്, ഇഹലോകത്തിൽ വെച്ച്, ആ ഇഹലോകത്തുള്ള ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹുൽ ജാമിഇലെ 1133-ാമത്തെ നമ്പർ ഹദീസായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇത്രയും പവിത്രതകൾ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ആ ഖുർആൻ എടുത്തു പറഞ്ഞ അയ്യാമം മഅദൂദാത്ത് എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വലയാലിൻ അശ്ർ എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞത്, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യദ്കുറു സ്മല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത് എന്ന് ഖുർആൻ പഠിപ്പിച്ച കാര്യം, ഇത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതൊക്കെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പവിത്രതകളാണ് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, ആ 10 ദിവസങ്ങളുടെ കർമ്മങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ കർമ്മങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫീ ഹാദിഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 10 ദിവസങ്ങളിൽ, അതായത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ എണ്ണി പഠിപ്പിച്ചുകൊണ്ട് ഇതിൽ സൽക്കർമ്മങ്ങൾ, ഇതിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു സൽക്കർമ്മങ്ങളും ഇല്ല എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ വാക്ക് റസൂലിൽ നിന്ന് സ്വഹാബത്ത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഖാലൂ വലൽ ജിഹാദു, അള്ളാന്റെ റസൂലെ, ജിഹാദിനേക്കാളും വലുതാണോ, അള്ളാന്റെ മാർഗത്തിൽ നടക്കുന്ന ധർമ്മസമരത്തെക്കാൾ വലുതാണോ എന്ന് ചോദിച്ചപ്പോ ഖാല, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു, അതേ ജിഹാദിനേക്കാൾ വലുതാണ്. എന്നാൽ ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ ബിശൈഇൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ജിഹാദിനേക്കാൾ വലുതാണ്. എന്നാൽ ഒന്നിൽ നിന്നൊഴികെ, അതായത് യുദ്ധത്തിലേക്ക് സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും യുദ്ധഭൂമിയിലേക്ക് പോവുകയും അതിൽ ഒന്നും പെടാതെ ഷഹീദായി പോവുകയും ചെയ്ത, രക്തസാക്ഷിയായി പോവുകയും ചെയ്തവർ ഒഴികെ അവരതിൽ പെടൂല.
ആ കർമ്മങ്ങളെക്കാൾ അല്ലെങ്കിൽ ദുൽഹിജ്ജ 10 കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് സമ്പത്തും ശരീരവും യുദ്ധഭൂമിയിൽ രക്തം ചിന്തി മരണപ്പെട്ട ഷഹീദുകളായവരൊഴികെ. എന്നാൽ യുദ്ധഭൂമിയിൽ പോരാടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ കർമ്മങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ കർമ്മങ്ങൾക്ക് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാമിൻ അയ്യാമിൽ അമലുസ് സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം യഅനി അയ്യാമൽ അശ്ർ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് ആ ദിവസങ്ങളെക്കാൾ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ഇഷ്ടമുള്ള മറ്റൊരു കർമ്മവും വേറെയില്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൽക്കർമ്മങ്ങൾ ഏതാണ്? ആ സൽക്കർമ്മങ്ങൾ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ കർമ്മങ്ങൾക്കാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മാസത്തിൽ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ മഹിമ പഠിപ്പിക്കുകയാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കർമ്മങ്ങൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അങ്ങനെയുള്ള ഒരു കർമ്മം, ആ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കർമ്മവുമില്ല എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന 2438 നമ്പർ ഹദീസിൽ മഹാനായ ശൈഖ് അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഹസനാണെന്നും സ്വഹീഹാണെന്നും രേഖപ്പെടുത്തിയ ഹദീസുകളാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം, റമദാൻ മാസത്തിലെ അവസാനത്തെ 10 പകലുകളെക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസങ്ങളുടെ പകലുകൾക്ക് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയാണ്, അതായത് പിന്നെ റമദാനിലെ അവസാനത്തെ 10, ആ അവസാനത്തെ 10 പകലുകളെക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 പകലുകൾക്ക്. എന്താണ് അത്ര ശ്രേഷ്ഠതകളും മഹിമകളും ഉണ്ട് എന്നുവരെ പണ്ഡിതന്മാർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ വരികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ദുൽഹജ്ജ് മാസം എന്നതൊരു നിസ്സാരമായ സംഭവമല്ല. ദുൽഹജ്ജ് മാസത്തിന്റെ പകലുകൾ, ദുൽഹജ്ജ് മാസത്തിന്റെ രാത്രികൾ അതൊരു നിസ്സാരമായതല്ല. അള്ളാന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളായി നമ്മുടെ അമലുകൾ മാറുന്ന ദിവസങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ 10 ദിവസങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഇബാദത്തിന്റെ മേഖലയിൽ മുന്നേറേണ്ട ആ ദിവസങ്ങൾ നന്നായി ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം എന്നർത്ഥം. ശ്രേഷ്ഠമുള്ള കർമ്മങ്ങളാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ ഇത്രയും ശ്രേഷ്ഠമാകാനുള്ള കാരണം എന്താണ് എന്നുകൂടി പഠിപ്പിക്കുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ഈ ദുൽഹജ്ജ് മാസത്തിന്റെ ഈ 10 ദിവസങ്ങൾക്ക് ഇത്ര പ്രതിഫലം ലഭിക്കാനുള്ള കാരണം എന്താണ്? അവിടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിടത്തു കാണാം, ഇജ്തിമാഉ ഉമ്മഹാത്തുൽ ഇബാദത്തി ഫീഹ്, അതായത് ഇബാദത്തുകൾ ഒരുമിച്ച് കൂടുന്ന മാസമാണ്. എന്നിട്ട് പറഞ്ഞു വഹിയ സ്വലാ, നമസ്കാരവും, വസ്സിയാം, നോമ്പും, വസ്സദഖ, സ്വദഖയും, വൽ ഹജ്ജു, ഹജ്ജും ഒരുമിക്കുന്ന ഒരു മാസം. ഇതെല്ലാം ഒരുമിക്കുന്ന ഒരു മാസമാണ് ഇത് ദുൽഹജ്ജ് മാസം. ആ ദുൽഹജ്ജ് മാസത്തിന്റെ ആ ദിവസങ്ങളുടെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ വിവരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഫതഹുൽ ബാരിയിൽ നമുക്ക് കാണാം. അതിന്റെ 2-ാം വാള്യത്തിന്റെ 460 പേജിൽ ഇതിന്റെ ഫضل വിവരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്തരം കർമ്മങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു മാസം എന്നതുകൂടിയാണ് ഈ ദുൽഹജ്ജ് മാസത്തിന്റെ പ്രത്യേകതയായി പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നത്. ഇനി സഹോദരങ്ങളെ, ആദ്യത്തെ 10 വെള്ളിയാഴ്ചക്കൊരു പ്രത്യേകതയുണ്ട്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 വെള്ളിയാഴ്ചക്കൊരു പ്രത്യേകത പഠിപ്പിക്കാൻ. എന്താണ്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത. മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുന്ന വാചകം നമുക്ക് കാണാം, യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം, ഫീ അശരി ദുൽഹിജ്ജ, അത് ദുൽഹിജ്ജയിലെ
പിന്നെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത പറയാണ്. രണ്ട് ശ്രേഷ്ഠതകൾ ഒരുമിക്കുന്നു എന്നതാണ്. അതായത് ദുൽഹിജ്ജ 10 ശ്രേഷ്ഠതയും അതേപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതയും ഒരുമിക്കുന്നു എന്നുള്ളതുകൂടി അതിന്റെ പ്രത്യേകതയായി മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിക്കുന്നതായി കാണാം. അപ്പൊ ഇങ്ങനെ റമളാൻ പിന്നെ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ ഫضലുകൾ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ഈ 10 ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കണം? ഒന്ന്, നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ തന്നെ ഉദ്ഹിയ്യത്തിന് നിയ്യത്താക്കിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ആക്കാത്തവർ വളരെ പെട്ടെന്ന് അതിന്റെ കാര്യത്തിൽ തീരുമാനമാക്കുകയും കമ്മിറ്റിയുമായി വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യണം. ഉദ്ഹിയ്യത്ത് എന്നത് അതിന്റെ ഫضലുകളും ശ്രേഷ്ഠതകളും കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചതാണ്. ഉദ്ഹിയ്യത്തിന് നിയ്യത്താക്കിയ ആളുകൾ അവർ മുൻകൂട്ടി നഖവും മുടിയും ഒക്കെ മുറിച്ച് ഒരുങ്ങേണ്ട ഒരു ഈ മാസത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ആ നിയ്യത്താക്കിയ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ആ കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒന്നിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നഖവും മുടിയുമൊന്നും മുറിച്ചു മാറ്റുന്നത് ഖൈറുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് നമ്മൾ എന്ത് ചെയ്യണം? കരസ്ഥമാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ ദിവസം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹുവിനെ സ്മരിക്കേണ്ട ദിവസങ്ങളാണ്, ധാരാളം അള്ളാഹിനെ ഓർത്തുകൊണ്ട് ജീവിക്കേണ്ട ദിവസങ്ങളാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത്. എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. നേരത്തെ പറഞ്ഞല്ലോ, എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 അറിയപ്പെട്ട ദിവസങ്ങളിൽ അവർ അള്ളാഹുവിനെ സ്മരിക്കുവാനും വേണ്ടിയാണ്. അതുകൊണ്ട് തസ്ബീഹുകളും തക്ബീറുകളും തഹ്ലീലുകളും ഒക്കെ ധാരാളം ഉരുവിടേണ്ട ദിവസങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം നമ്മുടെ ജീവിതത്തിൽ ഉരുവിടേണ്ട ദിവസങ്ങളാണ്. തക്ബീറുകൾ, അല്ലാഹു അക്ബർ എന്ന തക്ബീറുകൾ ധാരാളമായി ഉരുവിടേണ്ട ദിവസങ്ങളാണ്. തസ്ബീഹുകൾ ഉരുവിടേണ്ട ദിവസങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയ ദിക്റുകൾ വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണ്. അള്ളാന്റെ അടുത്ത് ഏറ്റവും അമലുകൾക്ക് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അമലുകളെ ഇഷ്ടപ്പെടുന്ന ഒരു മാസം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അവിടെ നോമ്പിനെ സംബന്ധിച്ചും പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി സ്വഹാബത്ത് നമുക്ക് വിശദീകരിച്ചു തരാൻ. റസൂലുള്ളാഹിന്റെ ഭാര്യമാർ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ പഠിപ്പിക്കുന്നതായി, അൻ ഇംറഅത്തിൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ, അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ അവിടെ നിന്ന് പറഞ്ഞു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു 9 ദിൽഹിജ്ജ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജ മാസം വന്നാൽ 1 മുതൽ 9 വരെ റസൂലുള്ള നോമ്പെടുക്കുമായിരുന്നു. 9 വരെ നോമ്പെടുക്കുമായിരുന്നു. 10ന്റെ പ്രതിഫലം പറഞ്ഞെങ്കിൽ 9 ദിവസം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുമായിരുന്നു. 1 മുതൽ 9 വരെ തുടർച്ചയായി നോമ്പെടുക്കുന്നതിൽ വിരോധമില്ല. സുനനു അബൂദാവൂദ് ഉദ്ധരിക്കുന്ന 2437 നമ്പർ ഹദീസിൽ ഷെയ്ഖ് അൽബാനി സഹീഹാണെന്ന് രേഖപ്പെടുത്തിയ ഹദീസാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ എന്താ പറഞ്ഞത്? 9 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പെടുത്തിരുന്നു. അതിൽ 9ാമത്തെ ദിവസം അറഫയുടെ നിയ്യത്ത് കൂടി ഉണ്ടാകുമെന്നർത്ഥം. അപ്പൊ 9 ദിവസം നോമ്പെടുക്കാം. 10ാമത്തെ ദിവസം ഈദുൽ ഫിത്റാണ്. അന്ന് നോമ്പെടുക്കുന്നത് നിഷിദ്ധമാണ്, അന്ന് നോമ്പെടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വൃഥാനുഷ്ഠാനം പിടിച്ചിരുന്ന ഒരു മാസം കൂടിയാണ്. ആ ആദ്യത്തെ 9 ദിവസങ്ങൾ റസൂലുള്ളാഹി നോമ്പെടുത്തതായി ഹദീസുകളിൽ നമുക്ക് കാണാം. ഇനി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊന്ന്, അറഫയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏറ്റവും നല്ല പ്രാർത്ഥന
സ്വീകാര്യമായ ദുആ അത് പിന്നെ യൗമ അറഫ, അറഫയിലുള്ള ദുആയാണ്. അറഫാ ദിവസത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് അല്ലാഹുവിന്റെ അടുത്ത് വലിയ വിലയുണ്ട്. മാത്രമല്ല അറഫാ ദിവസം ദുൽഹിജ്ജ 9 അന്ന് നമ്മളെല്ലാവരും അറഫയിലെ ആളുകൾ അറഫയിലേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ ആ സ്മരണയെ ഉണർത്തിക്കൊണ്ടു തന്നെ ദുൽഹിജ്ജ 9 അന്ന് നോമ്പെടുക്കണമെന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സിയാമു യൗമി അറഫ, അറഫ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടു. ആ സമയത്ത് സ്വഹാബത്ത് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു. അതായത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയുടെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തിന്റെയും പാപങ്ങൾ പൊറുക്കാൻ അറഫയുടെ നോമ്പ് കാരണമാണ്. അപ്പൊ അറഫ ദിവസത്തിലെ നോമ്പ് നമ്മൾ ഒരിക്കലും നിസ്സാരമായി തള്ളേണ്ട ഒന്നല്ല, വലിയ പ്രതിഫലമുള്ളതാണ്. കൂട്ടത്തിൽ ചേർത്ത് വായിക്കണം. ഇനി ഇവിടെ നമുക്കൊരു ശക്ക് വരുന്നത് എന്താ പറയുക, അറഫയുടെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ പിന്നെ 9 ഒരു പക്ഷെ അവർക്ക് മുൻകൂട്ടിയായിരിക്കും, അന്ന് ചിലപ്പോൾ ഇവിടെ 8 അപ്പൊ എന്താ ചെയ്യാ, പിറ്റേ ദിവസം നോമ്പെടുത്തത് അറഫന്റെ നോമ്പാവുമോ എന്നൊരു സംശയം. നമ്മൾ ഒന്നും ബേജാറാവണ്ട. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഖൈറായ ശൈലി ദുൽഹിജ്ജ മാസം 9 അന്ന് നോമ്പെടുക്കാനാണ്. എന്നാണോ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 9 നിശ്ചയിക്കുന്നത് അന്ന് ആ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ശൈലി, പണ്ഡിതന്മാർ വിവരിച്ചു തന്ന ശൈലി അതാണ്. ആ ശൈലിയിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഇഷ്കാലുണ്ടാക്കി, ഫസാദുകൾ ഉണ്ടാക്കി, സമൂഹത്തിൽ ഭിന്നതകൾ ഉണ്ടാക്കി, ആ വിഷയത്തിൽ അങ്ങനെ ഒന്നും വേണ്ട. എല്ലാ വിഷയത്തിലും സൂമൂലി റുഅ്യതിഹി അഫ്തിറൂലി റുഅ്യതിഹി, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പെടുത്തോളൂ, മാസം കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്ന ഒന്നാണ് വ്രതാനുഷ്ഠാനം. അതുകൊണ്ട് ആ നോമ്പിനെ കുറിച്ച് ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പുണ്യകർമ്മങ്ങളിൽ മുന്നേറാൻ പറ്റുന്ന ഒരവസരമാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഒക്കെ പവിത്രതകളും പ്രത്യേകതകളും അമലുകൾക്ക് ശ്രേഷ്ഠത ലഭിക്കുന്ന ദിവസങ്ങളും മാസങ്ങളൊക്കെ എണ്ണിപ്പഠിപ്പിച്ച ദിവസങ്ങൾ. ഇതൊരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരിക്കലും നമ്മൾ പാഴാക്കി കളയാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. പരിശുദ്ധ ഖുർആനിലൂടെ 3-ാമത്തെ അധ്യായം 133-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സാരിഊ എന്ന പദം, നിങ്ങൾ ധൃതിപ്പെട്ടു പോരൂ, വേഗത്തിൽ നിങ്ങൾ കടന്നു വരൂ എന്ന് പറഞ്ഞാൽ നന്മയുടെ കാര്യത്തിൽ മുൻകടക്കാൻ പറഞ്ഞു. ഒരു നിസ്സാരമായെന്ന് നമുക്ക് തോന്നുന്ന പുണ്യകർമ്മത്തെ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത് എന്നർത്ഥം. അവിടുത്തെ വ്രതവും അദ്കാറുകളും ദിക്റുകളും ദുആകളും സ്വലാത്തുകളും ഒക്കെ ജീവിതത്തിൽ നിരന്തരം ഉരുവിട്ട്, പ്രത്യേകിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അമലുകൾ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അമലുകളായി അള്ളാഹു സ്വീകരിക്കുന്ന ഇത്തരം അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കി കളയരുത്. പടച്ചോ നമ്മളോട് പറഞ്ഞത് ആ കാര്യത്തിൽ നിങ്ങൾ മുൻകടക്കണമെന്നാണ്. സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരാം. പാപം പൊറുക്കാനുള്ള ചാൻസുകൾ ഉള്ളിടത്തൊക്കെ നമ്മൾ മുൻകടക്കണം.
നന്മകൾ കിട്ടുന്നിടത്തൊക്കെ നമ്മൾ മുൻകടക്കണം. ഒരു നന്മയും നമ്മൾ പാഴാക്കാൻ പാടില്ല. ഒരു നന്മയുടെ കാര്യത്തിലും നമ്മൾ പിന്നിലേക്ക് നിൽക്കരുത് എന്നാണ്. എന്നിട്ട് ഖുർആൻ പഠിപ്പിച്ചത് എന്താ? അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളെക്കാൾ വിശാലമാണ് അല്ലാഹുവിന്റെ സ്വർഗം. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് അല്ലാഹു മഹാപരിശുദ്ധ ഖുർആനിലൂടെ. സ്വർഗം മുത്തഖീങ്ങൾക്ക് വേണ്ടി, തഖ്വയുള്ളവർക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു. അതുകൊണ്ട് ആ തഖ്വയും ആ ഈമാനുമൊക്കെ സൂക്ഷ്മതയോടെ നിലനിർത്തി അമലുകളുടെ കാര്യത്തിൽ മുൻകടക്കാൻ നമുക്ക് കഴിയണം. സ്വഹാബത്ത് മുൻകടന്നവരാണ്. അവരൊക്കെ പോയ സ്വർഗമാണ് നമ്മൾ കൊതിക്കുന്നതെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അമലുകളുടെ കാര്യത്തിൽ മുൻകടന്നുകൊണ്ടേയിരിക്കുക. ആ കാര്യത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മുടെ അമലുകൾ ബാത്തിലാകുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇപ്പോൾ നോക്കികൾ, ജുമുഅക്ക് നമ്മൾ പള്ളിയിലെത്തി. ഇന്ന് എത്ര ആളുകൾ നേരത്തെ പള്ളിയിലെത്തി? മനസ്സുകൊണ്ട് നമ്മളൊന്ന്, നമ്മുടെ കൽബിനോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കി. ഖതീബ് മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് പള്ളിയിലെത്തുക എന്നത് നമുക്ക് റഹ്മാനായ റബ്ബ് നമ്മളോട് വിധി പറഞ്ഞതാണ്. വിധി പറഞ്ഞു. വെള്ളിയാഴ്ച ദിവസം ആ ഒരു സമയത്തിന് മുമ്പ് ഒരുങ്ങി പുറപ്പെട്ട് പോരുന്നതിന് തടസ്സമാകുന്ന ഒരു പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒന്നും ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. തക്കതായ ഉദറുകളുണ്ടെങ്കിൽ മാത്രം, തക്കതായ ഉദറുകളുണ്ടെങ്കിൽ മാത്രം. ഒരു കാരണമല്ല അങ്ങാടിയിൽ വർത്താനം പറഞ്ഞിരുന്നങ്ങാണ്ടാണ് സമയം ചെലവാക്കി, അല്ലേ? പെരിയിലങ്ങനെ വെറുതെ ഇരുന്ന് ഫോണുമ്മ കളിച്ചിരുന്ന സമയം കൊണ്ട് പോയത് അറിഞ്ഞില്ല. എന്നിട്ട് പിന്നെ ജുമുഅ തുടങ്ങാൻ നേരത്ത് ഓടി പള്ളിൻ്റെ ഉള്ളിലേക്ക് പാഞ്ഞു കയറി ആവരുത്. തക്കതായ ഉദറുകൾ ഉണ്ടാവണം, കാരണങ്ങൾ ഉണ്ടാവണം നമ്മൾ ലേറ്റ് ആവുന്നതിന്. ഇന്ന് എത്ര ആൾക്ക് പറയാൻ പറ്റും ജുമുഅ കിട്ടിയെന്ന്? പുണ്യകർമ്മത്തിന്റെ കാര്യത്തിൽ മുന്നേറാൻ, അതിൽ മുൻകടക്കാൻ സഹോദരങ്ങളെ നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിനോട് ചോദിക്കാം. ദുനിയാവ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ അങ്ങനെ പിടിച്ചു മുറുക്കുകയാണ്. ബൽ തുഗ്സിറൂനൽ ഹയാത്തുദ് ദുനിയ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. ബാക്കിയാവുന്നത് പരലോകാൻ. ബൽ തുഗ്സിറൂനൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവ് എന്നത് വെറും ഒരു കുമിളയാണ്. മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് ദുനിയാവിനെയാണ്. ദുനിയാവിൻ്റെ പിന്നാലെ പോയിട്ട് ആഖിറത്തിലേക്ക് വേണ്ടി അധ്വാനിക്കുന്നതിനെ മറന്നു പോകുന്നൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. എനിക്കും അത് ഉണ്ടായിക്കൂടാ. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം എന്താ പറയുക സഹോദരങ്ങളെ, നമുക്കൊക്കെ ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് നിസ്സാരമായി കാണുന്നതാണ്. ഈ ദുനിയാവിലെ ജീവിതം 60-70 കൊല്ലക്കാലം ജീവിച്ച് തീർക്കുന്നതിന് മുമ്പ് ആ ജീവിതകാലത്തിനിടയിൽ നേടിയെടുക്കാൻ പറ്റിയത് എന്താ? അതാണ് ആഖിറത്തേക്ക് ഉണ്ടാവുള്ളൂ. തുച്ഛമായത്, വളരെ തുച്ഛമായത് മാത്രമേ ആഖിറത്തിലേക്ക് ഉണ്ടാവുള്ളൂ. ആ മുതൽക്കൂട്ടിന് വേണ്ടി നമ്മൾ എന്തധ്വാനിച്ചു അല്ലേ? ഒരു വെള്ളിയാഴ്ച ദിവസം പോലും ഒന്ന് നേരത്തെ പള്ളിയിലെത്തണമെന്ന് തീരുമാനിക്കാത്തവർ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ നഷ്ടേതാ? ഇനി വെള്ളിയാഴ്ച വന്നാലോ പള്ളിയിലൊന്ന് ചാരിയിരുന്ന് അങ്ങനെ ഉറങ്ങി, കുറെ ഉറങ്ങി തീർത്ത്, കുറെ ചടഞ്ഞിരുന്ന് തീർത്ത്, അങ്ങനെയൊക്കെയുള്ളൊരു ജുമുഅയായി നമ്മുടെ ജുമുഅകൾ മാറരുത്. ചാരിയിരുന്നിട്ടാണ് ഉറക്കം വരുന്നതെങ്കിൽ ചാരലണ്ട് ഒഴിവാക്കണം. എത്ര ഖുതുബകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എത്ര ഖുതുബകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെന്നാലും ആ ഇബ്ലീസിന്റെ വലയിൽ പെട്ടിട്ട് ഇങ്ങനെ ചാര്യ, അങ്ങനെ ഉറങ്ങാൻ. ഇബാദത്തുകളോട് നമുക്കുള്ള താല്പര്യങ്ങൾ ഇബ്ലീസ് നമ്മളങ്ങനെ പിടിച്ചു വലിക്കും. എങ്ങോട്ട്? ഗഫലത്തിലേക്ക് പിടിച്ചു വലിക്കും. ആഖിറത്തിനെ കുറിച്ചുള്ള ഗഫലത്ത്, മരണത്തെക്കുറിച്ചുള്ള ഗഫലത്ത്, പരലോകത്തെക്കുറിച്ചുള്ള ഗഫലത്ത്, അതിലേക്ക് ഇങ്ങനെ പിടിച്ചു വലിക്കും. ഖുർആൻ പറഞ്ഞല്ലോ, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഗ്രിദൂൻ. ഇഖ്തറബ ലിന്നാസ്, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തെത്തിയിരിക്കുന്നു. അവരുടെ വിചാരണയുടെ നാൾ, ഖിയാമത്ത് നാൾ അടുത്തെത്തിയിരിക്കുന്നു. വഹും ഫീ ഗഫലത്തിൻ മുഗ്രിദൂൻ. ആ ദിവസത്തെക്കുറിച്ചുള്ള ബോധം മനുഷ്യന്, ആ ദിവസത്തെക്കുറിച്ച് മനുഷ്യൻ അശ്രദ്ധയിലാണ്. പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുന്ന കാര്യത്തിൽ, പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുന്ന കാര്യത്തിൽ, ആഖിറത്തിലേക്ക് വേണ്ടി ശ്രദ്ധയുള്ള ജീവിതം നയിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഗഫലത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല ബോധ്യം വേണം നമ്മുടെ കൽബിന്. ഞാനെന്ന വ്യക്തി എൻ്റെ അമലുകൾ കൊണ്ട് സ്വർഗം നേടാൻ പറ്റുന്ന പാകതയിൽ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ മനസ്സിനോട് ചോദിക്കാം. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല അവസരങ്ങളാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള ഈ ദുൽഹജ്ജ് മാസം. ഉദ്ഹിയ്യത്തിന് നിയ്യത്താക്കേണ്ടവർ
അതേപോലെ തന്നെ പുണ്യകർമ്മങ്ങളിൽ ശ്രദ്ധ കാണിക്കേണ്ടവർ വീട്ടിലൊക്കെ ആ നോമ്പിനും കാര്യത്തിനൊക്കെ ഒരു ഒരുക്കം നടത്തി ആ വൃഥാനുഷ്ഠാനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ദിക്റുകളും ദുആകളൊക്കെ വർദ്ധിപ്പിച്ച് നന്നായി ഖുർആൻ ഓതി ഈ 10 ദിവസങ്ങൾ ഒന്ന് ഹയാത്താക്കി ഈ പുണ്യം എനിക്ക് നേടണമെന്ന നിയ്യത്തോടുകൂടി ഇറങ്ങുമ്പോൾ അള്ളാഹിൻ്റെ അടുക്കൽ നമുക്ക് വലിയ സ്ഥാനമുണ്ട്, വലിയ പ്രതിഫലമുണ്ട് എന്ന് തിരിച്ചറിയാം. റഹ്മാനായ റബ്ബ് ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണർത്താനുള്ളത് സഹോദരങ്ങളെ, അഹ്ലുസുന്ന ആദർശ പ്രയാണം എന്ന പേരിൽ പിന്നെ കേരളത്തിൻ്റെയും അകത്തും പുറത്തൊക്കെ വ്യത്യസ്തമായ ദിക്കുകളിൽ തൗഹീദുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ആദർശം പഠിപ്പിക്കുന്ന വേദികൾ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വേദികൾ അതിൻ്റെ പൂർത്തീകരണങ്ങൾ കഴിഞ്ഞ് ഇനിയും നടക്കാനുള്ള കുറേ പ്രോഗ്രാമുകൾ ഇൻഷാ അല്ലാഹ് നിർഭയത്വം തൗഹീദിലൂടെ എന്ന ക്യാമ്പയിൻ എന്ന ഒരു തലക്കെട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമ്മേളനങ്ങളുടെ ഭാഗമായി ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച 17-ാം തീയതി എടക്കരയിൽ വെച്ച്, എടക്കര പിന്നെ മുസ്ലിയാരങ്ങാടിയിൽ വെച്ച് നടക്കാനിരിക്കുന്ന എടക്കര മണ്ഡലത്തിൻ്റെ ഒരു സമ്മേളനം പിന്നെ ബഹുമാന്യനായ ശിഹാബ് മൗലവിയും അതേപോലെ തന്നെ നിയാസ് സ്വലാഹിയും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പിന്നെ മനോഹരമായ ജനങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദീനെത്തിച്ചു കൊടുക്കുന്ന, പ്രത്യേകിച്ച് ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും കോട്ടകൊത്തളങ്ങളിൽ ചെന്ന് തൗഹീദിനെ ഉറക്കെ വിളിച്ചു പറയാ, അള്ളാന്റെ വഹദാനിയത്ത് പറയാ, അള്ളാന്റെ ഏകത്വം വിളിച്ചു പറയാ എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് വിധേയമാകുന്ന ഉമ്മത്ത്, ഇവർക്ക് യഥാർത്ഥ ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന അവസരങ്ങളാണ്. നമ്മുടെ കുടുംബസമേതം കൊണ്ടുപോകണം നമ്മളെ മക്കളെ. നമ്മളെല്ലാവരും പോകുന്നത് മാത്രമല്ല, നമ്മുടെ അയൽവാസികളെ വിളിക്കണം. നമ്മുടെ അയൽവാസിയോട് നമുക്ക് ബാധ്യതയുണ്ട്. അവർക്ക് തൗഹീദ് എത്തിക്കുക എന്നുള്ള കടപ്പാട് നമ്മുടേതാണ്. ആ കടപ്പാട് കൂടി നമ്മൾ ഏറ്റെടുക്കുക. എന്നിട്ട് അന്നത്തെ ദിവസം അവരും വിളിച്ചിട്ട് നമ്മൾ ആ പ്രോഗ്രാമിന് പോവുക. ഒരാൾക്ക് നീ കാരണം, നീ കൊണ്ടുപോയിട്ടാണ് ഒരാൾക്ക് തൗഹീദ് കിട്ടുന്നതെങ്കിൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവ് മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ ഖൈറുൽ ലക മിൻ ഹുംബിൻ നഅം, ചുവന്ന ഒട്ടകത്തെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. അതുകൊണ്ട് ആ പുണ്യം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇൻഷാ അല്ലാഹ് 17-ാം തീയതി ഞായറാഴ്ച നടക്കാനിരിക്കുന്ന സമ്മേളനത്തിലേക്ക് കുടുംബസമേതം നമ്മുടെ കുടുംബങ്ങളെയും അയൽവാസികളൊക്കെ വിളിച്ച് നമ്മളതിലേക്ക് ചെല്ലണമെന്ന് ഓർമ്മപ്പെടുത്താണ്. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയില്ല തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.